അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആമീൻ. കലാപ്രതിഭയ്ക്കുള്ള ട്രോഫി വിതരണം നടത്തുന്നു. ജബ്ബാർ സഖാഫി പാത്തൂർ. കലാപ്രതിഭ ഹൈസ്കൂൾ വിഭാഗം വർക്കാടി സെക്ടറിലെ ഷഹീദ്. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർഗപ്രതിഭയ്ക്കുള്ള ട്രോഫി വിതരണം നടത്തുന്നു. സർഗപ്രതിഭ സീനിയർ വിഭാഗത്തിലെ മുഹമ്മദ് റബീഅത്ത് ബാക്രബയിൽ, മുഹമ്മദ് ആജി അസ്നബയിൽ വിതരണം ചെയ്യുന്നു. സർഗപ്രതിഭയ്ക്ക് വേണ്ടി ടീം മാനേജർ ഏറ്റുവാങ്ങുന്നു. റിസാല അവാർഡ് ഹൊസങ്കടി യൂണിറ്റിനുള്ള ട്രോഫി അസീസ് സഖാഫി മച്ചമ്പാടി നൽകുന്നു. ഹൊസങ്കടി SYS ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അസീസ് സഖാഫി മച്ചമ്പാടി വിതരണം നൽകുന്നു. ഏറ്റവും കൂടുതൽ റിസാല ചേർത്ത ഹൊസങ്കടി യൂണിറ്റിനുള്ള റിസാല അവാർഡ് നൽകുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 31ാമത് സാഹിത്യോത്സവിലെ സെക്കൻഡ് റണ്ണേഴ്സായ മഞ്ചേശ്വരം ടീമിനുള്ള ട്രോഫി വിതരണം ചെയ്യുന്നു. മുഹമ്മദ് സഖാഫി തോക്കെ, ചെയർമാൻ, സ്വാഗത സംഘം, ഡിവിഷൻ സാഹിത്യോത്സവം മറ്റു നേതാക്കളൊക്കെ ചേർന്ന് നൽകുന്നു. മഞ്ചേശ്വരം സെക്ടറിനെയും നേതാക്കളെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.
റണ്ണേഴ്സിനുള്ള ട്രോഫി വിതരണം ചെയ്യുന്നു. കോളിയൂർ ഉസ്താദും സക്കരിയ ഫൈസി ഉസ്താദും ചേർന്നുകൊണ്ട് റണ്ണേഴ്സ് വർക്കാടി ടീം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വിന്നർ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വിന്നേഴ്സിന് ട്രോഫി നൽകുന്നതിന് മുമ്പ് ബിരിയാണി ചാലഞ്ചിൽ എക്സലൻസ് അവാർഡ് ലഭിച്ചവർക്കുള്ള സമ്മാനം ഇവിടെ വിതരണം ചെയ്യുന്നു. സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾക്ക് സ്വാഗത സംഘം കൺവീനർ സിദ്ദീഖ് കോളിയൂർ വിതരണം നൽകുന്നു. ഷറഫുദ്ദീൻ തങ്ങൾക്ക് പകരം മൊയ്തീൻ ചായ ക്ഷണിക്കുന്നു. മൊയ്തീൻ ഗാന്ധിനഗർ. അടുത്തത് അസ്ലം CM നഗർ ദർക്കാസ്. മഅറൂഫ് പൂർശോങ്കൊടിക്ക് മുഹമ്മദ് ഹാജി അസനബയിൽ നൽകുന്നു. ഫാറൂഖ് പൂർശോങ്കോടി വാങ്ങുന്നു. സലാം ദർക്കാസ് ബുൾമാറിന് മുഹമ്മദ് ഹാജി പർണീർ സമ്മാനം നൽകുന്നു. മുപ്പത്തിയൊന്നാമത് സാഹിത്യോത്സവിലെ കലാകിരീടം നൽകുന്നതിന് മുമ്പ് സാഹിത്യോത്സവിലെ ബിരിയാണി ചാലഞ്ചിലെ ക്രിയേറ്റീവ് അവാർഡ് അടുക്കള കട്ട യൂണിറ്റ്, മജർപ്പള്ള യൂണിറ്റ് ലെജൻഡറി അവാർഡ്, CM നഗർ പാത്തൂർ യൂണിറ്റ് ലെജൻഡറി അവാർഡ് എന്നിവർക്ക് അവാർഡുകൾ നൽകുന്നു. അവാർഡുകൾ നൽകുന്നത് മജർപ്പള്ള അടുക്കളക്കട്ട യൂണിറ്റിൻ്റെത് നേതാക്കൾ ചേർന്നുകൊണ്ട് കൊടുക്കുന്നു. വിന്നേഴ്സിനുള്ള ട്രോഫി വിതരണം നൽകുന്നു. മൂസൽ മദനി ഉസ്താദ് അൽബിഷാറ, സക്കരിയ ഫൈസി ഉസ്താദ്, കോളിയൂർ ഉസ്താദ് നേതാക്കൾ ചേർന്നുകൊണ്ട് ബാക്രബൈൽ സെക്ടറിന് വിതരണം നടത്തുന്നു.
പ്രാർത്ഥന ഉണ്ടാകും സമാപന. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുഴുവൻ ടീം മാനേജേഴ്സും അവാർഡ് പോയിന്റുമായി ബന്ധപ്പെടുക. നമുക്ക് ഈ 3 ദിവസത്തെ പരിപാടിക്ക് വേണ്ടി കുടിവെള്ളം നമുക്ക് സഹകരിച്ചു തന്ന അലി അൽദാർ, അതുപോലെ ചായക്കടി നൽകിയ സലീം ധർമ്മനഗർ, നമുക്ക് ഒരു സഹകരിച്ച ഹോട്ടൽ ഹറഫ റഫീഖ്, രാവിലെ ഭക്ഷണത്തിനുള്ള കറികൾക്ക് നൽകിയ ഇന്ത്യൻ ഹോട്ടൽ, ധർമ്മനഗർ, മജർപ്പള്ള, കോളിയൂർ പദവ് യൂണിറ്റുകൾ, ചായക്കടികൾ നൽകിയ ഉസ്താദവറുകൾ സംസാരിക്കുന്നു. അൽഹംദുലില്ലാ, മഹത്തായ സാഹിത്യോത്സവം പ്രഖ്യാപിച്ചതു മുതൽ അതിൻ്റെ സ്വാഗത സംഘ രൂപീകരണം മെയ് 24 ഇവിടെ പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാ, അത് മുതൽ ഒരുപാട് പ്രവർത്തനങ്ങളുമായി പദ്ധതികളുമായി മുന്നോട്ട് പോയപ്പോൾ ഈ നാട്ടിലെ സോൺ പരിധിയിലെ, ഡിവിഷൻ പരിധിയിലെ ഒരുപാട് പ്രവർത്തകർ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സമാപനം നടക്കുന്നത് വരെ വിശ്രമമില്ലാതെ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളെല്ലാം ഒരുക്കിയ ചീരണി അത് വാങ്ങിയിട്ട് എല്ലാവരും പോകാവൂ. അതിൻ്റെ വോളണ്ടിയർമാർ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അത് വാങ്ങണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അതിനുവേണ്ടി ചീരണിക്ക് വേണ്ടി കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറാ തങ്ങളുടെ അനുസ്മരണ സംഗമത്തിൽ ചീരണിക്ക് വേണ്ടി അരി വാഗ്ദാനം ചെയ്ത ബഹുമാനപ്പെട്ട ഇതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ഫിനാൻസ് ചെയർമാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാദി ഹസനബൈൽ, അതുപോലെ ഇറച്ചി, മറ്റ് സാധനങ്ങൾ, അതുപോലെ ഈ പന്തലും ഈ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ സാമ്പത്തികമായി ശാരീരികമായി ഇതിനു വേണ്ടി അധ്വാനിച്ചവരുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ബിരിയാണി ചാലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ അത് ഏറ്റെടുത്ത ഓരോ യൂണിറ്റിലെ നേതാക്കൾ, പ്രവർത്തകർ, കേരള മുസ്ലിം ജമാഅത്ത്, SOS, SSF, SMA, SIM, ഇതിൻ്റെ സമുന്നതരായ ഭാരവാഹികളും നേതാക്കളെല്ലാം ഏകദേശം 4500 ആളുകൾക്ക് ഉള്ള ബിരിയാണിയാണ് കഴിഞ്ഞ 12-ാം തീയതി ഇവിടെ വിതരണം ചെയ്തപ്പോൾ അത് അൽഹംദുലില്ലാ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികൾ, ഡിവിഷൻ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ അൽഹംദുലില്ലാ ഇതിനു വേണ്ടി സഹകരിച്ച ആളുകൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് വാക്കുകളില്ല. ഇവിടുത്തെ നാം ഈ മഹത്തായ പരിപാടി വളരെ ഗംഭീരമായി സംഘടിപ്പിക്കുമ്പോൾ നടത്തുമ്പോൾ ഇതിനു വേണ്ടി നിയമപാലകർ ഇവിടെ ഇതിന് പെർമിഷൻ നൽകി അതിൽ സഹകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിനു വേണ്ടി ഈ പരിസരങ്ങളിലെ ഒരുപാട് ഷോപ്പുകാർ അവരുടെ പരസ്യങ്ങൾ തന്നുകൊണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. അതുപോലെ ഇറച്ചിയും അരിയും മറ്റുമെല്ലാം സഹകരിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, SSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇവിടെ വളർന്നു വന്നാലാണ് ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിലനിൽക്കുകയുള്ളൂ എന്ന മഹത്തായ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരൊക്കെ സഹായിച്ചത്. SSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം ആർക്കും ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നില്ല. വിജയാഹ്ലാദം നാം ഇവിടെ ഉണ്ടാക്കുമ്പോൾ റോഡ് തടസ്സങ്ങളില്ലാതെ വളരെ സൗന്ദര്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി
നിങ്ങൾ വിജയാഹ്ലാദം പ്രകടിപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കിവിടെ റോഡ് തടസ്സപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് അതിന് പരിചയമില്ല. എൻ്റെ SSFൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം എപ്പോഴും ശാന്തരാണ്, എപ്പോഴും സമാധാന പ്രിയരാണ്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയാസമില്ലാതെ ഒരു ഉറുമ്പിന് പോലും നോവിക്കാത്തവരാണ് നാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട SSFകാർ വളരെ സൗമ്യതയോടുകൂടി വളരെ സമാധാനത്തോടുകൂടി നാം വിജയിച്ചു. പക്ഷേ വിജയത്തിൽ നാം അഹങ്കരിക്കുന്നില്ല, നാം ആഹ്ലാദിക്കുന്നു. പക്ഷേ നാം അമിത ആവേശം ഉൾക്കൊള്ളുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം വളരെ സമാധാനത്തോടുകൂടി എല്ലാവർക്കും സന്തോഷം നൽകുന്ന നിലക്ക്, എല്ലാവർക്കും സമാധാനമാകുന്ന നിലക്കാണ് നമ്മുടെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. അൽഹംദുലില്ലാ അല്ലാഹുവിനെ നാം സ്തുതിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികൾ അൽഹംദുലില്ലാ ഒരുപാട് ബേജാറിലായിരുന്നു. മഴ, കോരിച്ചൊരിയുന്ന മഴ, അതിനോടൊപ്പം അടിച്ചു വീശുന്ന കാറ്റ്. നമ്മുടെ ഈ പരിപാടി എങ്ങനെ സംഘടിപ്പിക്കും, എങ്ങനെ സുന്ദരമായി വളരെ ഭംഗിയായി സമാപിക്കുമെന്നുള്ള വലിയ പ്രയാസത്തിലായിരുന്നു, അല്ലെങ്കിൽ വിഷമത്തിലായിരുന്നു. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അവൻ നൽകിയിട്ടുള്ളത്. ഈ മഴക്കാലത്ത് അവൻ ഒരൽപ്പം ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ നൽകി നമുക്ക് ഇവിടെ മഴ നൽകാതെ, അല്ലെങ്കിൽ നമുക്ക് വളരെ നല്ല നിലക്കുള്ള ഒരു മഴ നൽകി അവൻ നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി. കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. SSF അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതിനിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വലിയ സഹായമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട് എന്നതിന് മഹത്തായ ഒരു തെളിവാണ് ഈ 3 ദിവസക്കാലം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം. ആ മഴ ഒരൽപ്പം നമുക്ക് ശമിപ്പിച്ചുകൊണ്ട് അവൻ നൽകി എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം ശുക്ർ ചെയ്യണം, നാം നന്ദിയുള്ളവരാകണം, നാം അള്ളാഹുവിനോട് കടപ്പെട്ടവരാകണം. അതോടൊപ്പം ഈ സമൂഹത്തിലെ എല്ലാ ആളുകളോടും നാം കടപ്പെട്ടവരാണ്. ഇതിനു വേണ്ടി സഹകരിച്ച അധ്വാനിച്ച സ്വാഗത സംഘത്തിൻ്റെ ഓരോ ഭാരവാഹികൾ, ഓരോ പ്രവർത്തകർ വോളണ്ടിയർമാരായി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേണ്ടി, പാനീയം വിതരണം ചെയ്യുന്നതിന് വേണ്ടി പാനീയം നൽകിയവരുണ്ട്, അത് വിതരണം ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും ലൈവായി ഇവിടെ ടീ അല്ലെങ്കിൽ ചായയും കടിയും ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം സഹകരിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ സെക്ടർ പരിധിയിൽ നിന്ന്, നമ്മുടെ സോൺ പരിധിയിൽ നിന്ന് മൺമറഞ്ഞ, നമുക്ക് മുന്നേ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദുന മുർഷിദുന സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ, ബഹുമാനപ്പെട്ട നാം ഇവിടെ നഗരമൊരുക്കിയ ഖുറത്തു സാദാത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട KSM തങ്ങൾ ഗാന്ധിനഗർ, കണിയൂർ ഇബ്രാഹിം മുസ്ലിയാർ, ഫാരിസ് മജിർപ്പള്ള, മുത്തലിബ് മാട, അതുപോലെ തന്നെ സഅദാൻ ഉദ്യാവരം, അതുപോലെ യൂസുഫ് ഗുഡ്ഡകേരി, ബഹുമാനപ്പെട്ട MP മൂസ സാഹിബ്, അതുപോലെ തന്നെ മൂസ ഹാജി മജിർപ്പള്ള, ഉസങ്കുഞ്ഞ് മുസ്ലിയാർ ധർമ്മനഗർ, മുസ്തഫ തോക്കെ അടക്കമുള്ള ഒരുപാട് ആളുകൾ, അൻസാർ ഉർണി, അന്തു പൊയ്യത്തവയൽ തുടങ്ങിയ നമ്മുടെ സമുന്നതരായ നേതാക്കളും പ്രവർത്തകരും, അവർക്കെല്ലാം അള്ളാഹു അവരുടെ ആ ഖബറിടം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ, ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഉപ്പയുടെ പേരിലും ഉമ്മയുടെ പേരിലും മരിച്ച ഒരുപാട് ആളുകളെ പേരിൽ ഇവിടെ സംഭാവന നൽകിയവരുണ്ട്. എല്ലാം അവരുടെ ഖബറിൽ അള്ളാഹു എത്തിച്ചു കൊടുത്ത് ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ വെള്ളം വിതരണം ചെയ്ത, അതുപോലെ തന്നെ ഭക്ഷണം വിതരണം ചെയ്ത, അതിനു വേണ്ടി അരിയും പഞ്ചസാരയും അതുപോലെ തന്നെ ഇറച്ചിയും മറ്റ് ഒരുപാട് സാമഗ്രികളൊക്കെ നൽകി ഇവിടെ അധ്വാനിച്ചവരുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സുന്നി യുവജന സംഘം, SOS, കേരള മുസ്ലിം ജമാഅത്ത്, SSF, SJM, SMA, ഇതിൻ്റെ സമുന്നതരായ സോൺ, ഡിവിഷൻ ഭാരവാഹികൾ, സർക്കിൾ, സെക്ടർ നേതാക്കൾ, യൂണിറ്റിലെ പ്രവർത്തകർ എല്ലാം ഇതിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന എല്ലാവർക്കും നന്ദിയായി ആശംസിക്കുകയാണ്. അള്ളാഹു നമ്മളൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സാഹിത്യോത്സവിലെ